കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിൻ്റെ കുലദേവതാ ക്ഷേത്രമാണ് തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം. കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരുടെ അരിയിട്ട് വാഴ്ച ഈ ക്ഷേത്രത്തിലാണ് ഇന്നും നടന്നു പോരുന്നത്. ഇവിടെ ഉപദേവനായി വാഴുന്ന ഹനുമാൻ സ്വാമിയുടെ നടയിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തുക. കൊടുങ്ങല്ലൂർ ദേവീ ക്ഷേത്രത്തിന് തെക്ക് വശത്തായി തൃക്കുലശേഖരപുരം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യം പണിതീർത്ത വിഷ്ണു ക്ഷേത്രമായാണ് ഇവിടെ അറിയപ്പെടുന്നത്. ചേര ചക്രവർത്തിയായ കുലശേഖര ആഴ്വാർ നടത്തിയ പ്രതിഷ്ഠയാണ് ഇവിടെ എന്ന് വിശ്വസിക്കപ്പെടുന്നു. പത്നി സമേതനായി ശ്രീലകത്ത് വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും പ്രത്യേക ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. 10 അടിയോളം വരുന്ന ഭീമാകാരമായ ബലിക്കല്ലാണ് ഇവിടെയുള്ളത്. പുറത്തുനിന്ന് നോക്കിയാൽ വിഗ്രഹം കാണാൻ സാധിക്കില്ല. ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇവിടെയുള്ള ബലിക്കല്ലും ബലിക്കൽപുരയും. ഏകദേശം 4 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രമതിൽക്കകം ഏവരെയും ആശ്ചര്യപ്പെടുത്തും. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മേൽക്കൂരയില്ലാതെ തീർത്ത തറയിലാണ് വാതിൽ കാപ്പവരായും ക്ഷേത്രത്തിൻ്റെ മുഖ്യ സംരക്ഷണമൂർത്തിയായും ഹനുമാൻ വാഴുന്നത്. ക്ഷേത്രത്തിലെ രണ്ടാമത്തെ മുഖ്യ പ്രതിഷ്ഠയായ ശിവലിംഗം 6 അടിയോളം വരുന്നതും ഉയരം കൂടിയ ശ്രീകോവിലുമാണ് ഉള്ളത്. മഹാലക്ഷ്മിക്ക് പ്രത്യേകമായ പ്രതിഷ്ഠ ഇവിടെ കാണാം. ധാരാളം ഉപദേവതാ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രം കൂടിയാണ് ഇവിടം. അപൂർവ പ്രതിഷ്ഠകളായ മോഹിനി, വസുദേവർ, നന്ദഗോപർ, അനന്തൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. ഈ ക്ഷേത്രവും പരിസരവും പ്രൗഢഗംഭീരമായ ഒരു വിസ്മയമായി തോന്നി. സൽസന്താന ലബ്ധിക്കും ക്ഷേമ ഐശ്വര്യങ്ങൾക്കും രോഗശമനത്തിനും ഇവിടുത്തെ ദർശനം ഉത്തമമാണെന്നാണ് വിശ്വാസം. ഓം നമോ നാരായണായ.